ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആൻറ്റി അമ്മ മാനസിക്ക് കൃഷിനെ എങ്ങനെ വശീകരിച്ചെടുക്കാമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു പെണ്ണ് വിചാരിച്ചാൽ ഏതാണിൻ്റെയും മനസ്സിളക്കാമെന്നും അതുപോലെ കൃഷിൻ്റെ മനസ്സിളക്കാൻ ഞാൻ നിനക്കൊരു ഗോൾഡൻ അവസരം ഒരുക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആൻറ്റി അമ്മ മാനസിക്ക് എന്തോ സ്വകാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രാത്രിയിൽ ആൻറ്റി അമ്മ മാനസിക്ക് പാലുമായിട്ട് വരികയാണ്. എന്നിട്ട് കൃഷിൻ്റെയും കൺമണിയുടെയൊക്കെ കാര്യം മാനസിയും ആൻറ്റിയമ്മയും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയമ്മ മാനസിയോട് പറയുകയാണ്, നീ കൃഷിന് വേണ്ടി ആരോടാണ് മത്സരിക്കുന്നത് എന്ന് നിനക്കറിയാലോ. കൺമണിയാണ് നമ്മളുടെ എതിരാളി. പക്ഷെ നീയും കൺമണിയും കൂടെ നിന്നാൽ ആദ്യം ശ്രദ്ധ പോകുന്നത് കൺമണിയിലേക്കാണ്. അത് നിനക്കറിയാലോ. അതുകൊണ്ട് നീ കൃഷിനെ എങ്ങനെയെങ്കിലും വളച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ നിനക്ക് അവസരങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. നീ മാക്സിമം അത് ഉപയോഗിക്കണം. സാഗറും സുജാതയും വന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിവാഹം നടക്കണം. അതിനു മുന്നേ നീ കൃഷിനെ ഒന്ന് എങ്ങനെയെങ്കിലും വളച്ചെടുക്കണം. നീ വിചാരിച്ചാൽ ആ കൺമണിയെ ഒന്നുമില്ലാതാക്കാൻ നിനക്ക് സാധിക്കും. അതുകൊണ്ട് നീ നല്ലോണം ആലോചിച്ച് കൺമണിയെ എങ്ങനെ തകർക്കാമെന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് ആൻറ്റിയമ്മ പോവുകയാണ്. എന്നാൽ ആൻറ്റിയമ്മ കൺമണിക്കാണ് കൂടുതൽ ശ്രദ്ധ പോകുന്നതെന്ന് ഒരു നിമിഷത്തേക്കെങ്കിലും പറയുന്നുണ്ടെങ്കിലും മാനസിക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല. അതിനുശേഷം കൃഷും മഹയും കൂടി അലികയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. കൃഷ് മഹയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മഹി അപ്പോൾ കൃഷിനോട് ചോദിക്കുന്നുണ്ട്, ഇനി എന്താണ് നിന്റെ പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ് പറയുകയാണ്, എടാ പടം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനിയാണ് കഥ കയറി കൊളുത്താൻ പോകുന്നത്, നീയൊന്ന് വെയിറ്റ് ചെയ്യുമെന്ന് മഹയോട് കൃഷ് വളരെ ലാഘവത്തോടു കൂടി പറയുകയാണ്. അതിനുശേഷം ധനലക്ഷ്മി വരുണിനെ വിളിക്കുകയാണ്. ധനലക്ഷ്മി വരുണിനോട് സംസാരിക്കുമ്പോൾ മനോജും ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ ധനലക്ഷ്മി വരുണിനോട് പറയാണ്, മോനെ വരുണെ, ഞാൻ മനോജേട്ടനോട് പറഞ്ഞിട്ട് കാര്യങ്ങൾക്കെല്ലാം തീരുമാനമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച 10 മണിക്ക് നീയും കൺമണിയും തമ്മിലുള്ള വിവാഹം എന്തായാലും നടക്കും. അതിലിനി ഒരു മാറ്റവും ഇല്ലെന്ന് പറയാണ്. അപ്പോൾ വരുൺ ധനലക്ഷ്മിയോട് പറയാണ്, ഇനിയിപ്പോൾ മാറ്റമുണ്ടെങ്കിലും ആ വീട് എൻ്റെ പേർക്കാണ്. ഞാൻ നിങ്ങളെ ആ വീട്ടിൽ നിന്നും പുറത്താക്കും. അതുമാത്രമല്ല 101 പവനും 10 ലക്ഷം രൂപയും അതെനിക്ക് തിരിച്ചു വരണം. പിന്നെ നിങ്ങൾ പലിശയ്ക്ക് കൊടുക്കുന്നുണ്ടല്ലോ, അത് ഞാൻ അനിരുദ്ധ് സാറിനെ അറിയിക്കും. പലിശയ്ക്ക് കൊടുക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾക്കും അറിയാലോ. ഞാൻ അനിരുദ്ധ് സാറിനെ കൊണ്ട് നിങ്ങളെ പിടിപ്പിക്കും, അത് ഉറപ്പാ എന്ന് വരുൺ പറയാണ്. ഇതെല്ലാം കേൾക്കുന്ന ധനലക്ഷ്മിക്ക് അപ്പോൾ പെട്ടെന്ന് നെഞ്ചുവേദന പോലെ അഭിനയിക്കുകയാണ്. എന്നിട്ട് വരുൺ മോനെ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ വരുൺ ധനലക്ഷ്മിയോട് പറയാണ്, മോളായാലും ശരി മോനായാലും ശരി, ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല. എനിക്ക് ഇപ്പോൾ വേണമെങ്കിൽ കൺമണിയെ വേണ്ടെന്ന് വെക്കാം, പക്ഷേ നിങ്ങളാണ് കുടുങ്ങാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ധനലക്ഷ്മിക്കാണെങ്കിൽ ഇനി വരുൺ കൺമണിയെ വേണ്ടെന്ന് വെക്കുമോ എന്ന ഒരു പേടിയുമുണ്ട്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം വരുൺ ഫോൺ വെക്കുകയാണ്. വരുണിനാണെങ്കിൽ വളരെ സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം കൺമണി റൂമിലിരിക്കുന്ന സമയത്ത് ഗോകുല് വരികയാണ് കൺമണിയുടെ റൂമിലേക്ക്. എന്നിട്ട് കൺമണിയോട് കൃഷിനെ കുറിച്ചും വരുണിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഗോകുല് കൺമണിയോട് പറയാണ്, അപ്പോൾ പേടിക്കണ്ട, വരുണേട്ടനോട് കൃഷ് സാറ് പോയി സംസാരിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വരുൺ ചേട്ടൻ ഇതിൽ നിന്നും പിന്മാറും, ഈ കല്യാണം വേണ്ടെന്ന് വെക്കുമെന്നൊക്കെ പറയുമ്പോൾ കൺമണി ഗോകുലിനോട് പറയാണ്, ഇനിയിപ്പോൾ വരുൺ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചാൽ പോലും ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ആരോ വരുന്നുണ്ട്. അതിനുശേഷം കൺമണിക്ക് ചെറിയൊരു ആശ്വാസവും സന്തോഷവും ഒക്കെ ഉണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ.